നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹരിതകർമ്മസേന ഇനി ഇങ്ങോട്ട് പൈസ തരും, അതാണല്ലോ നമ്മുടെ ടോപ്പിക്. അതെ, ഇതുവരെ നമ്മൾ അങ്ങോട്ടാണ് പണം കൊടുത്തു വരുന്നെങ്കിൽ ഇനി ഇങ്ങോട്ട് പണം തരും. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിൽ യൂസർ ഫീയെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളൊക്കെ നടക്കുകയും പലരും അതിനോട് സഹകരിക്കാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് സർക്കാർ കർശനമായ നിലപാടെടുക്കുകയും സഹകരിക്കാത്തവരുടെ യൂസർ ഫീ ടാക്സ് അടയ്ക്കുന്ന അവസരത്തിൽ പിഴയായി ഈടാക്കുമെന്നും പഞ്ചായത്തിൽ നിന്നും വിവിധ സേവനങ്ങൾക്കായി പോകുമ്പോൾ ഹരിതകർമ്മസേനയുടെ കാർഡ് കാണിക്കണമെന്നുമൊക്കെയായി. ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ കൊടുക്കാത്തവർ പറയുന്ന വാദം അവർക്ക് നമ്മുടെ വേസ്റ്റ് കൊടുക്കുകയും വേണം, കൂടാതെ പണവും കൊടുക്കണമെന്ന് പറയുന്നതിനോടാണ് യോജിക്കാൻ കഴിയാത്തത് എന്നായിരുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഇപ്പോൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. എങ്ങനെയാണ് ഇങ്ങോട്ട് പണം കിട്ടുന്നത് എന്നല്ലേ? ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ഇ വേസ്റ്റ് ശേഖരിക്കുന്ന പദ്ധതിക്ക് ജൂലൈ 15 മുതൽ തുടക്കമായിരിക്കുന്നു. വേണ്ടാതെ കിടക്കുന്ന അല്ലെങ്കിൽ ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള കേടായ ട്യൂബ് ലൈറ്റ്, മോട്ടോർ, മിക്സി, ഫാൻ, TV, ഫ്രിഡ്ജ് തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്തരം ആക്രികൾ ശേഖരിക്കുമ്പോഴാണ് അതിൻ്റെ തൂക്കത്തിനനുസരിച്ചുള്ള പണം ഇങ്ങോട്ട് തരുന്നത്. ഓരോരോ വസ്തുവിനും അവയുടെ തൂക്കത്തിനനുസരിച്ച് ക്ലീൻ കേരള കമ്പനി ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. ആ വിലയാണ് ഹരിതകർമ്മസേന നമുക്ക് നൽകുക. എന്ന് വെച്ച് പഴയ യൂസർ ഫീ അവിടെ തന്നെയുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിന് പഴയതുപോലെ തന്നെയുള്ള നിരക്ക് നാം കൊടുക്കേണ്ടി വരും. സാധാരണ കച്ചവടക്കാർ ഇലക്ട്രിക് സാമഗ്രികൾ പൊളിച്ചെടുത്ത് അവർക്ക് വില കിട്ടുന്ന ഭാഗങ്ങൾ മാത്രം വേർതിരിച്ചെടുക്കുകയും അവശേഷിക്കുന്ന കച്ചറകൾ അവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന പതിവുമുണ്ട്. ഈ അവശിഷ്ടങ്ങൾ വീടിൻ്റെയും കടകളുടെയും പരിസരത്ത് കൂടിക്കിടന്ന് മണ്ണിനെയും ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഹരിതകർമ്മസേനയിലൂടെ ഇത്തരം മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. പദ്ധതി ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ നഗരസഭ, കോർപ്പറേഷൻ പരിധികളിലുള്ള വീടുകളിൽ നിന്ന് മാത്രമാണ് ഈ മാലിന്യം ശേഖരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിനായി ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഒരു വർഷത്തിൽ 2 തവണകളായാണ് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഈ മാലിന്യം ശേഖരിക്കുക. മറ്റു ദിവസങ്ങളിൽ പഴയതുപോലെ തന്നെയായിരിക്കും പ്രവർത്തനം. ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ മാത്രമാണ് ഈ മാലിന്യം ശേഖരിക്കുന്നതെങ്കിലും അടുത്ത ഘട്ടത്തിൽ പഞ്ചായത്ത് തലത്തിലേക്ക് ഇതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കും. ശുചിത്വ മിഷന്റെയും ഹരിത കേരള മിഷന്റെയും കുടുംബശ്രീ മിഷന്റെയും പൂർണ്ണ പിന്തുണയോടെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് പദ്ധതിയുടെ നടത്തിപ്പ്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.